ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് S4 മാത്തമാറ്റിക്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു പേപ്പറിൻ്റെ ഫസ്റ്റ് മോഡ്യൂളാണ്. അപ്പോൾ ഇത് KT 2024 സ്കീമുകാർക്ക് വരുന്ന ഒരു പേപ്പറാണ്. സോ അപ്പോൾ ഇത് ഫിസിക്കൽ സയൻസ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സയൻസ്, അപ്പോൾ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സിക്കാർക്ക് വരുന്ന പേപ്പർ ആയിരിക്കും. അതിൽ ആദ്യത്തെ 3 മോഡ്യൂൾ മിക്കവാറും സിമിലർ ആണ്. ദെൻ ഫോർത്ത് മോഡ്യൂളിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഫിസിക്കൽ സയൻസുകാരുടെ ഫോർത്ത് മോഡ്യൂൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞൊരു ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ റാൻഡം വേരിയബിൾ എന്താണ്, ഡിസ്ക്രീറ്റ് എന്താണ്, കണ്ടിന്യൂസ് എന്താണ്, അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ അത് വെച്ചിട്ടുള്ള 1-2 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് എക്സ്പെക്റ്റേഷൻ മീൻ, അതുപോലെ തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ എന്തുകൊണ്ടാണ് വേരിയൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. തന്നെ അതുപോലെ തന്നെ 1-2 പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇതുവരെ കാണാത്ത ആളുകൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, അത് കാണാൻ ശ്രമിക്കുക. സോ ഇപ്പോൾ അതേപോലെ തന്നെ ഫോർത്ത് മോഡ്യൂളിൻ്റെ വീഡിയോസ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അതിനകത്ത് ഏതെങ്കിലും പ്രോബ്ലംസ്, ഇനി പുതിയ മോഡൽ പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തന്നെ കമൻറ്റ് ചെയ്താൽ മതി. സോ അപ്പോൾ ഇനി അതിനകത്ത് വരുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷനും, പിന്നെ പോയിസൺ ആസ് ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ വരുന്നത് ജോയിന്റ് PMF ആണ്, പിന്നെ മാർജിനൽ PMF, ഇൻഡിപെൻഡൻസ്, എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ഡിസ്ക്രീറ്റ്, അതായത് 2 ഡിസ്ക്രീറ്റ് വേരിയബിൾ, 2 വേരിയബിൾ വരുമ്പോഴുള്ള എക്സ്പെക്റ്റഡ് വാല്യൂ. സോ ഇപ്പോൾ ഈ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നതാണ് എന്ത് മീൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന് എടുത്തു വിചാരിക്കും. നമുക്ക് എന്ത് ആ ഒരു അത്രയും നമ്പേഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം. അപ്പോൾ 5 എന്ന് പറയുന്ന ഒരു നമ്പറിന്റെ നെയ്ബർഹുഡിലുള്ള സെർട്ടൻ നമ്പേഴ്സ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഇപ്പോൾ 5 എന്ന് പറയുന്ന ഒരു പോയിന്റിന് നെയ്ബർഹുഡിൽ കിടക്കുന്ന
certain elements ആണോ അല്ലെങ്കിൽ സെറ്റിലെ പോയിന്റ്സ് ആണോ നമുക്ക് പറയാം. അപ്പോൾ അതേപോലെ നമുക്ക് എന്താണ് നമുക്ക് ഇനി പഠിക്കുന്നത് ഇപ്പം മാത്തമാറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ദെൻ കണ്ടിന്യൂസ് വരുന്നുണ്ട്. സോ ഇപ്പോൾ ഈ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. സോ ഇപ്പം ഈ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിന് നമുക്ക് എന്താ ഇപ്പോൾ എൻറ്റയർ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് പകരം നമുക്ക് എന്താ ഒരു സിംഗിൾ നമ്പർ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് എന്താ ഒരു സിംഗിൾ ഡിജിറ്റ് വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് 5നെ എപ്സിലോൺ അല്ലെങ്കിൽ 5നെ നൈബർഹുഡിൽ എടുക്കുന്ന കുറെ പോയിന്റ്സ് ആണെന്ന് പറയാം അവരെ. അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊരു സർട്ടൻ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു മീൻ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു മീനിന് നെയ്ബർഹുഡിൽ എടുക്കുന്ന കുറച്ച് വാല്യൂസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രയും വാല്യൂസിനെ നമുക്ക് ഒരു സിംഗിൾ വാല്യൂ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അതേപോലെ നമുക്ക് ഡിസ്ട്രിബ്യൂഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഡിസ്ട്രിബ്യൂഷൻസിന്റെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാരാമീറ്റർ ആണ് ഈ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. സോ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ മീൻ ഓഫ് എ റാൻഡം വേരിയബിൾ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എക്സ്പെക്ടേഷൻ പറയുന്നത്. സോ നമുക്ക് ജസ്റ്റ് നോക്കാം. വിത്ത് എവറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റാൻഡം വേരിയബിൾ വി ക്യാൻ അസോസിയേറ്റ് സർട്ടൻ നമ്പേഴ്സ് കോൾഡ് പാരാമീറ്റേഴ്സ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ സോ വിച്ച് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ നമുക്ക് എല്ലാ ഡിസ്ട്രിബ്യൂഷനും എന്ത് ചെയ്യാൻ പറ്റും, സർട്ടൻ നമ്പേഴ്സ് വെച്ചിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. One such number is the expectation or mean of a random variable x denoted by e of x. സോ അപ്പോൾ അങ്ങനെ ഒരു നമ്പർ ആണ് എന്ത് ഈ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇ ഓഫ് ക്യാപിറ്റൽ എക്സ് എന്നാണ്, അല്ലെങ്കിൽ ഇ ഓഫ് എക്സ് എന്ന് നമുക്ക് പറയാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഡെഫിനേഷൻ നോക്കാം. If x is a discrete random variable with the probability function p of x or f of x, the expected value for x is e of x is equal to summation over x into p of x as long as the sum is absolutely convergent. So ഇപ്പോൾ x എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് p of x ആണ് അല്ലെങ്കിൽ f of x ആണ്. ആ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെക്ടഡ് വാല്യൂ എന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആയിരിക്കും. ഇവരുടെ സം എന്തായിരിക്കണം, കൺവേർജന്റ് ആയിരിക്കും. സോ ഇപ്പോൾ ഇവരുടെ സം എന്തായിരിക്കും, കണ്ടിന്യൂസിന് ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ആവശ്യം വരുന്നില്ല, എന്ത് ചെയ്യാൻ നോക്കാം, നമുക്ക് ആവശ്യമില്ല. അടുത്ത മൊഡ്യൂളിലാണ് എന്ത് ചെയ്യുന്നത് കണ്ടിന്യൂസ് വരുന്നത്. ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ വിത്ത് x is a continuous random variable with the probability density function f of x, the expected value of x is e of x is equal to integral minus infinity to infinity x into f of x into dx. ഇവിടെ എന്താണ് സമ്മേഷനോ അങ്ങനെ എന്താ നമ്മൾ ഇന്റഗ്രേഷൻ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. as long as the integral is absolutely convergent. അവിടെ പറഞ്ഞ അതേ സെയിം കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ടേഷൻ എങ്ങനെ കാണുന്നു മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സോ ഇപ്പോൾ ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഇത്രയാണ്. അതായത് ഓരോ എക്സും എന്ത് ചെയ്യുക, അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവരുടെ സമ്മ് കാണുക. ഇനി കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ അസ്യൂമിംഗ് ദ വാല്യൂസ് x1 up to xn with the corresponding probability p1 up to pn, then expected values of x is defined as e of x. അപ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ ഒരു x എന്ന് പറയുന്നത് എന്താ, ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഉണ്ട്. സോ ഇപ്പോൾ അതിലെ റാൻഡം വേരിയബിൾസ് x1 up to xn ആണ്. ദെൻ അവരുടെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് p1 up to pn ആണ്. ഞാൻ ഇവിടെ xib എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ അവരുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം ഓഫ് എക്സ് ഐ ഇൻറ്റു പി ഐ ആണ്. ദെൻ ഇവിടെ ഈക്വൽ ടു 1 എന്നല്ല, സം ഓഫ് പി ഐ ഇസ് ഈക്വൽ ടു 1 എന്നാണ് വരുന്നത്. സോ പ്രോബബിലിറ്റിയുടെ സം ആണ് എന്ത് 1 വരുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു പോയിന്റ്, E of x denote average of the values that a random variable takes on, where each value is weighted with the probability that the random variable equal to that value. എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇ ഓഫ് എക്സ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, ആവറേജ് ഓഫ് ദി റാൻഡം വേരിയബിൾസിന്റെ ആവറേജ് വാല്യൂ ആണ്. വേർ ഈച്ച് വാല്യൂ ഇസ് വെയ്റ്റഡ് വിത്ത് ദി പ്രോബബിലിറ്റി ദാറ്റ് ദ റാൻഡം വേരിയബിൾ ഈക്വൽ ടു ദാറ്റ് വാല്യൂ. ഇപ്പോൾ ഇതിൽ ഓരോ വാല്യൂ എന്തായിരിക്കും, നമ്മുടെ പ്രോബബിലിറ്റി വെച്ചിട്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വെയ്റ്റഡ് വിത്ത് ദ പ്രോബബിലിറ്റി. ദെൻ ഇതിൽ ഈച്ച് റാൻഡം വേരിയബിൾ the random variable equal to that value. So നമ്മൾ റാൻഡം വേരിയബിൾ എടുത്തിട്ടുള്ള എന്തായിരിക്കും,
നമ്മൾക്ക് ഉള്ള ഡിസ്ട്രിബ്യൂഷനിൽ അല്ലെങ്കിൽ തന്നിട്ടുള്ള പ്രോബബിലിറ്റിയുള്ള റാൻഡം വേരിയബിളിന്റെ വാല്യൂസ് ആയിരിക്കും. then അടുത്തത് ആസ് റിഗാർഡ് ടെർമിനോളജി എക്സ്പെക്ടഡ് വാല്യൂ ഈസ് ഓൾസോ കോൾഡ് എക്സ്പെക്ടേഷൻ, മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ, മീൻ ഓർ ആവറേജ്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്നോ മീനോ ആവറേജ് എന്നോ ഒക്കെ വിളിക്കാം. സോ ഇപ്പോൾ മീൻ, ആവറേജ്, എക്സ്പെക്ടേഷൻ എന്നൊക്കെ പറയുന്നത് എന്ത് തന്നെയായിരിക്കും? നമ്മുടെ ഇ ഓഫ് എക്സ് എക്സ്പെക്ടേഷൻ ആയിരിക്കും. ദെൻ ഫോർ ഓൾ റാൻഡം വേരിയബിൾസ് എക്സ്പെക്ടേഷൻ ഡു നോട്ട് എക്സിസ്റ്റ് ദാറ്റ് ക്യാൻ ബി. സോ ഇപ്പോൾ എന്തായിരിക്കും? എല്ലാം റാൻഡം വേരിയബിൾസിന് എന്തുണ്ടായിരിക്കില്ല? ഈ ഒരു മീൻ വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഇത്രയും പോയിന്റ്സ് ആണ് വരുന്നത്. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. If x is a random variable, then E of c is equal to c, c being a constant. സോ ഇപ്പോൾ c ഒരു കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പെക്ടേഷൻ, അതായത് സോ ഇപ്പോൾ x എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ആണത്. എക്സ്പെക്ടേഷൻ ഓഫ് c ഈക്വൽ ടു c. അപ്പോൾ c ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് c എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ c തന്നെ ആയിരിക്കും. അപ്പോൾ കോൺസ്റ്റന്റിന്റെ എക്സ്പെക്ടേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ അടുത്തൊരു പ്രോപ്പർട്ടി വരുന്നത് E of c into g of x is equal to c into E of g of x. c is a constant. So ഇപ്പോൾ ഒരു expectation of a constant into a function is equal to constant into expectation of that function. ഇതൊക്കെ ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. സോ ഇപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഒരു പ്രോപ്പർട്ടി കൂടി വരുന്നുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി, വേർ എ ആൻഡ് ബി ആർ കോൺസ്റ്റൻസ്. അപ്പോൾ ഈ പറഞ്ഞ തന്നെ അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്? സമ്മായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ എഴുതാൻ മറന്നാണ്. ഇതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും? യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മീൻ എന്താണെന്ന് നമ്മൾ കണ്ടു. ഒന്നുമില്ല, എന്ത് ചെയ്യാം? നമുക്ക് തന്നിട്ടുള്ള റാൻഡം വേരിയബിളിനെ അതുപോലെ തന്നെ പ്രോബബിലിറ്റീനെ നമ്മൾ എന്ത് ചെയ്യുക? തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് റാൻഡം വേരിയബിളും പ്രോബബിലിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അവരുടെ ടോട്ടൽ സമ്മ് കാണും. ദെൻ അടുത്തത് വേരിയൻസ്. സോ വേരിയൻസ് എന്താണെന്ന് നോക്കാം. ലെറ്റ് എക്സ് ഹാസ് എ പി എം ഓഫ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആൻഡ് എക്സ്പെക്ടേഷൻ ഇ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മ്യൂ, അതായത് മീൻ ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ദ വേരിയൻസ് ഓഫ് എക്സ് ഡിനോട്ടഡ് സിഗ്മ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ്. ഇതാണ് എന്ത് വേരിയൻസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ മോഡ് എന്നൊക്കെ പറയില്ല, അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ മീൻ എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആണ്. സോ അപ്പോൾ നമുക്ക് വേരിയൻസ് കാണാനുള്ള ഫോർമുലയാണ് തന്നിട്ടുള്ളത്. സിഗ്മ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ്. അല്ലെങ്കിൽ ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതേപോലെ നമ്മൾ മെയിനിൽ 2-3 പ്രോപ്പർട്ടി കണ്ട പോലെ തന്നെ ഇവിടെ ഒരു പ്രോപ്പർട്ടി വരുന്നത് വാരിയൻസ് ഓഫ് എ ഇൻറ്റു എക്സ് പ്ലസ് ഓ മൈനസ് ബി ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എ സ്ക്വയർ ഇൻറ്റു വാരിയൻസ് ഓഫ് എക്സ്. ദെൻ എയും ബിയും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വാരിയൻസ് ഓഫ് എ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം, പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് മീൻ വേരിയൻസ് ആ ഒരു സെക്ഷൻ, എക്സ്പെക്ടേഷൻ മീൻ വേരിയൻസ് ആ ഒരു സെക്ഷൻ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം ഇനി എന്താണ് അതിലെ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. സോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മീനും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ തുടങ്ങാം. റാൻഡം വേരിയബിൾ ആർ വി എക്സ് ഹാസ് ദി ഫോളോയിങ് പി എം എഫ്. ഇപ്പോൾ പി എം എഫ് തന്നിട്ടുള്ളത് എക്സിൻ്റെ വാല്യൂ 0, 1, 2, 3. ദെൻ പി ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് തന്നിട്ടുള്ളത് k/2, k/3, k + 1/3, 2k - 1 (6). ഇതാണ് തന്നിട്ടുള്ളത്. സോ ഇതിൽ നമ്മൾ ഇന്നലെ തന്നെ കെയുടെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഞാൻ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? നമുക്കറിയാം സം ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ഓഫ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ k/2 + k/3 + k + 1/3 + 2k - 1/6. സോ എന്ത് ചെയ്യുക? ഈസ് ഈക്വൽ ടു 1 ആണ്. ജസ്റ്റ് എന്ത് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കെയുടെ വാല്യൂ കിട്ടും. സോ അപ്പോൾ
ഇതിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഡിനോമിനേറ്റർ എല്ലാം സെയിം ആക്കുക. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ 6 ആവും. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ ഡിനോമിനേറ്റർ 6 ആവും. ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ ഡിനോമിനേറ്റർ 6 ആവും. സോ അപ്പോൾ നമുക്ക് 3k പ്ലസ് 2k പ്ലസ് 2k പ്ലസ് 2 പ്ലസ് 2k മൈനസ് 1 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, നമുക്ക് ഡിനോമിനേറ്ററിനെ ഈ സൈഡിലേക്ക് എടുക്കാം, ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. സോ ഇപ്പോൾ ഇവിടെ 3k 2k 2k ദെൻ 2k. സോ 3 പ്ലസ് 2 5 7 9 9k ദെൻ 2 മൈനസ് 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. സോ 1 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, 9k ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. k ഈസ് ഈക്വൽ ടു നമുക്ക് 5/9 എന്ന് കിട്ടും. സോ ഇനി നമുക്ക് കാണേണ്ടത് മീനാണ് കാണേണ്ടത്. ഓക്കെ, മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സ്പെക്റ്റേഷൻ ആണ്. ദെൻ മ്യൂ ഈസ് ഈക്വൽ ടു മീൻ ഈസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താണ്, ഇ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ്, എക്സിൻ്റെ വാല്യൂ 0 തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി k/2 ആണ്. ദെൻ 1ൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി k/3 ആണ്. 2 കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി k+1 (3) ആണ്. ദെൻ 3ക്ക് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി വരുന്നത് 2k-1/6 ആണ് വരുന്നത്. സോറി, വീഡിയോൻ്റെ ഇടയ്ക്ക് റെക്കോർഡിങ് ഓഫായി പോയി. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതാണ് ഓരോ റാൻഡം വേരിയബിളിനും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കെയുടെ വാല്യൂസ് കണ്ടുപിടിച്ചു. ഓക്കെ, കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം, ആ കെയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. സോ ഇതാണ് റാൻഡം വേരിയബിൾ 0 1 2 3. ദെൻ ആ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 5/18 5/27 14/27 1/54. ദെൻ ഇനി എന്ത് ചെയ്യണം, നമുക്ക് മീൻ കാണണം. സോ മീൻ എന്ന് പറയുമ്പോൾ എന്താണ്, മ്യൂ ഈക്വൽ ടു മീൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ് വരുന്നത്. സോ എന്ത് ചെയ്യുക, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ്, അതായത് എക്സ് ഐ പി ഓഫ് എക്സ് ഐ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള എല്ലാ എക്സ് ഐ പി ഐകളും മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ സമ്മ് കാണണം. സോ ഇപ്പോൾ നമുക്ക് എക്സ് ഐ പി ഐ അല്ലെങ്കിൽ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ എക്സ് ഉണ്ട്, പി ഓഫ് എക്സ് ഉണ്ട്. ഇതിനെ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സോ 0 × 5/18 എന്ന് പറയുമ്പോൾ 0, 1 × 5/27 എന്ന് പറയുമ്പോൾ 5/27, 2 × 14/27 എന്ന് പറയുമ്പോൾ 28/27, 3 × 1/54 എന്ന് പറയുമ്പോൾ 3/54 വരും. ദെൻ മ്യൂ ഈസ് ഈക്വൽ ടു മീൻ മ്യൂ ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് ഐ പി ഓഫ് എക്സ് ഐ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഇപ്പോൾ ഫസ്റ്റ് വാല്യൂ 0 5/27 പ്ലസ് 28/27 പ്ലസ് 3/54. അതിന് എന്ത് ചെയ്യുക, ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി ഈ രണ്ട് ടേമിനും 2 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. സോ നമുക്ക് 10, ദെൻ ഇവിടെ 28 ആകുമ്പോൾ 56 പ്ലസ് 3 (54). അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഇവിടെ 66ഉം പ്ലസ് 3 69/54. അപ്പോൾ ഇതാണ് എന്ത്, മീൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ നമുക്ക് 2 ഡിസ്ട്രിബ്യൂഷൻസ് ആണ് പഠിക്കാനുള്ളത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ തന്നെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. സോ ഇപ്പോൾ ജസ്റ്റ് എന്താ നോക്കുക, ഇൻട്രൊഡക്ഷൻ എന്ന് നോക്കുക. ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് വിച്ച് യു ഹാവ് സ്റ്റഡീഡ് earlier refers to the sample drawn from given population when the values of variate in the population are distributed according to some law which can be expressed mathematically. Such a distribution are known as theoretical distribution. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇത് തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് എന്താണ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു കമ്പനിയിലെ വർക്കേഴ്സ് അവരുടെ എന്തായിരിക്കും സാലറി, അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ചെറിയ ക്ലാസ്സിലൊക്കെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇപ്പോൾ അതെങ്ങനെയായിരിക്കും, അത് നമ്മളൊരു വലിയ പോപ്പുലേഷനിൽ നിന്ന് എന്ത് ചെയ്തിട്ടുള്ള ഒരു സാമ്പിൾ എടുത്തിട്ടുള്ളതാണ്. സോ അത് എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൻ്റെ തന്നെ എന്തായിരിക്കും ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതും നമുക്ക് ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതുണ്ടാവുക, മുൻപ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർ പ്രത്യേകിച്ച് ഒരു ലോസ് ഒന്നും ഒബേ ചെയ്യുന്നുണ്ടാവില്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ ഇത്ര മുതൽ ഇത്ര വരെ സാലറി വാങ്ങുന്ന ആളുകൾ അവരുടെ നമ്പർ അല്ലെ അവരുടെ ഫ്രീക്വൻസി, അതുപോലെ തന്നെ ഇപ്പോൾ ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇപ്പോൾ ഒരു 0 മുതൽ ഒരു 10 ഏജ് വരെയുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പ്, അതിലെത്ര നമ്പർ ഓഫ് ആളുകളുണ്ട്, അതാണ് ഫ്രീക്വൻസി വരുന്നത്. അതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് ഡിഫറെൻറ്റ് പോപ്പുലേഷൻസിൻ്റെ സാമ്പിൾസ് അല്ലെങ്കിൽ അവരുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്.
ഇപ്പോൾ when values of variate in a population are distributed according to some law, അപ്പോൾ ഏതെങ്കിലും ഒരു ലോ ബേ ചെയ്യുക, അതായത് ഏതെങ്കിലും ഒരു പോപ്പുലേഷനിലെ ഈ വേരിയേറ്റ്സ് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ലോ ബേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് മാത്തമാറ്റിക്കലി. സച്ച് എ ഡിസ്ട്രിബ്യൂഷൻ ആർ നോൺ ആസ് തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അങ്ങനത്തേനാണ് നമ്മൾ എന്ത് തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ മാസ് ഡിഫ്യൂഷൻ ഒരു 2 കമ്പോണന്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ എന്താ ബോട്ടിലിനൊക്കെ എഫക്റ്റ്, ഇപ്പോൾ ബയോളജിയിലൊക്കെ വരുന്ന ബോട്ടിലിനൊക്കെ എഫക്റ്റ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ലോ ബേ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്തെങ്കിലും ഒരു ലോ ബേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ എന്ത് പറയാം, തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതിന് നമുക്ക് തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയാം. സോ അപ്പോൾ അതുപോലത്തെ 2 ഡിസ്ട്രിബ്യൂഷനാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനും. ഇനി കണ്ടിന്യൂസ് കേസിൽ വേറെ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് ഡിഫറെന്റ് ഡിസ്ട്രിബ്യൂഷൻസ്, നോർമൽ ഡിസ്ട്രിബ്യൂഷന്, അതേപോലെ തന്നെ എന്താ പാരറ്റോ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ ജോമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, ഇൻ അതർ വേർഡ്സ് ദ ഡിസ്ട്രിബ്യൂഷൻ obtained from theoretical listing of outcome and probability which can be described by mathematical model representing same phenomena of interest is called theoretical or expected probability distribution. അപ്പോൾ നമുക്ക് എന്താണ് ഒരു തിയറട്ടിക്കൽ ലിസ്റ്റിംഗ് ഓഫ് ഔട്ട്കം അതുപോലെ തന്നെ അവരുടെ പ്രോബബിലിറ്റി വെച്ചിട്ട് ലഭിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, മാത്തമാറ്റിക്കൽ മോഡൽസ് വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ അവരെയൊക്കെ നമ്മൾ എന്ത് പറയുന്നത് ഈ ഒരു തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ എക്സ്പെക്ടഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിൽ ഡിസ്ക്രീറ്റിന്റെ കേസിൽ വരുന്ന 2 ഡിസ്ട്രിബ്യൂഷൻ ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും ദെൻ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനും. സോ ഇനി ബൈനോമിയൽ എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പം നമുക്ക് പറയുന്നത് ജസ്റ്റ് ബെർണോളി ട്രയൽ എന്താന്ന് പറയാം. സോ ഇപ്പം അപ്പോൾ നമുക്ക് ഈ താഴെ പറയുന്ന പ്രോസസ്സസിൽ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ ഒന്നെങ്കിൽ തിയറട്ടിക്കൽ ഔട്ട്കംസ് അത് അവരുടെ പ്രോബബിലിറ്റിനെ മാത്തമാറ്റിക്കൽ മോഡൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം തിയറട്ടിക്കൽ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. സോ ഇപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എന്താ ഈ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗുഡ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ബിലോ സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് വന്നിട്ട് അപ്പോൾ എന്താണ് ഒന്ന് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സിറ്റുവേഷൻ. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എത്ര തവണ ആ ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്താ കിട്ടുള്ളൂ, ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. അപ്പോൾ നമ്മൾ അതിൽ ഒരു ഹെഡ് ഔട്ട്കം കിട്ടുന്ന അതാണ് നമ്മുടെ എക്സ്പെരിമെന്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ തവണയും എന്ത് ചെയ്യുക, കോയിൻ ടോസ് ചെയ്യുക, ദെൻ അതിൽ കിട്ടുന്ന ഔട്ട്കം അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൽ ഹെഡ് ഔട്ട്കം ആയിട്ട് കിട്ടുന്നതാണ് ഇത് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. ആ ഒരു എക്സ്പെരിമെന്റിന്റെ സക്സസ് എന്ന് പറയുന്നത് ഹെഡ് ഔട്ട്കം കിട്ടുന്നതാണ്. ദെൻ അപ്പോൾ അതിനകത്ത് ആകെ ഔട്ട്കം വരുന്നത് ഹെഡ് ഉണ്ടെങ്കിലാണ്. ദെൻ അടുത്തൊരു കേസ് നോക്കാം. ഇപ്പോൾ ഒരു ഡൈ ത്രോ ചെയ്യുമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു ഡൈ ത്രോ ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫേസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 3 ആണ്. സോ ഇപ്പോൾ നമ്മൾ 1 to 6 എന്ന് പറയുന്ന ഫേസസ് ആണ് നമുക്ക് ആകെ ഔട്ട്കം ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ 3 എന്ന് പറയുന്ന ഓരോ തവണ ഡ്രൈ റോൾ ചെയ്യുമ്പോഴും നമുക്ക് എന്താണ് 6, അതായത് ചാൻസ് പറയുന്നത് അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്കം വരുന്നത് 1 to 6 ആണ്. അതിൽ 3 എന്ന് പറയുന്ന ഒരു നമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ്, ഒരു പെർട്ടിക്കുലർ ഫേസ് അതാണ് നമ്മുടെ സക്സസ്. ബാക്കിയെല്ലാം നമ്മുടെ എന്താണ് ഫെയിലിയേഴ്സ് ആണ്. സോ അപ്പോൾ അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊരു കേസ്. അടുത്തൊരു കേസ് പറയുന്നത് ഇപ്പോൾ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്ത് ചെയ്യുന്ന ഒരു ഡ്രഗ് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കാം. ജസ്റ്റ് ഈ ഒരു ബുക്കിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ജസ്റ്റ് പറയുന്നത്. അപ്പോൾ അതിൽ എന്തായിരിക്കും അയാളുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ ഒരു ഡ്രഗ് കൊണ്ടുള്ള റിലീഫ്, അല്ലെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് എന്താ പറയുക പോസിറ്റീവ് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഈ മൊത്തം കേസിനകത്തുള്ള ഇതിനെന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്കംസിനെ നമുക്ക് 2 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് കേസിലാണെങ്കിൽ ഹെഡ് ദെൻ ടെയിൽ വരുന്നത്, അപ്പോൾ സക്സസ് ഫെയിലിയർ. ഇപ്പോൾ ഹെഡ് വന്നാൽ സക്സസ് ആയി എന്ന് പറയാം. നമ്മുടെ എക്സ്പെരിമെന്റ് എന്താണ്, ജസ്റ്റ് എന്ത് ചെയ്യുക കോയിൻ ടോസ് ചെയ്യുക, ഒരു ട്രയൽ. അപ്പോൾ അതിലെ സക്സസ് എന്ന് പറയുന്നത് എന്താണ് ഹെഡ് ഔട്ട്കം ആയിട്ട് വരുന്നത്. അപ്പോൾ അതിലെ ഫെയിലിയർ എന്ന് പറയുന്നത് എന്തായിരിക്കും ടെയിൽ ഔട്ട്കം ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസിൽ ഇപ്പോൾ 3 വരുന്നത് നമ്മുടെ എന്താണ് സക്സസ് ആണ്. ദെൻ 3 അല്ലാത്ത ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും എന്താണ് നമ്മുടെ എക്സ്പെരിമെന്റ് ഫെയിലിയർ ആണ്. ദെൻ ഇപ്പൊ ഈ ഒരു ഡ്രഗിന്റെ കേസിൽ എന്താണ് റിലീഫ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രഗ് യൂസ് ചെയ്തിട്ട് എന്താണ് പേഷ്യന്റിന് റിലീഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സക്സസ് ആണെന്ന് പറയാം. അതല്ലാതെ എല്ലാ കേസും എന്താണ് ഫെയിലിയർ ആണ്. ഓക്കെ,
പക്ഷെ അതിനൊരു റേഞ്ച് ഉണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരേപോലെ ആയിരിക്കില്ല എന്ത് എഫക്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ റിലീഫ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്കതിന് സക്സസ് ആണെന്ന് പറയാം. അതല്ലാത്ത കേസൊക്കെ നമുക്ക് ഫെയിലിയർ ആണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ എക്സ്പെരിമെന്റിന് നമ്മൾ പറയുന്നതാണ് ഡൈക്കോട്ടോമിക് എക്സ്പെരിമെന്റ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 കേസിൽ എന്താണ് ഇതിലെ സക്സസ്, അതായത് ഇപ്പോൾ ഒരു ട്രയൽ കഴിഞ്ഞു. ഫസ്റ്റ് ട്രയൽ എനിക്ക് ഹെഡ് കിട്ടി, സെക്കൻഡ് ട്രയൽ എനിക്ക് എന്താണ് ടെയിൽ കിട്ടി, തേർഡ് ട്രയൽ എനിക്ക് ഹെഡ് കിട്ടി, ഫോർത്ത് ട്രയലിൽ എനിക്ക് ഹെഡ് കിട്ടി. അപ്പോൾ എന്താ ഇതിലെ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഔട്ട്കം ഓഫ് ദി അനദർ ട്രയൽ. അപ്പോൾ കഴിഞ്ഞ ഒരു ട്രയലിലെ ഔട്ട്കമിനനുസരിച്ച് അല്ലെങ്കിൽ ഔട്ട്കമുമായിട്ട് എന്തായിരിക്കില്ല, യാതൊരു ഡിപ്പെൻഡൻസി എന്താണ് പ്രീവിയസ് അല്ലെങ്കിൽ സക്സസീവ് ആയിട്ട് വരുന്ന ട്രയൽസിൽ ഔട്ട്കംസിന് ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, അതും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇങ്ങനെ പറയാം, ഐഡന്റിക്കലി ആൻഡ് ഇൻഡിപെൻഡന്റ്ലി. ഓക്കെ, സോ ഇപ്പോൾ 1/3 ഇപ്പോൾ ഈ ഒരു 1/3 കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, 1/6 ആയിരിക്കും എല്ലാ ഇതിലും. അതായത് ഏതൊരു ട്രയൽ എടുത്തു കഴിഞ്ഞാലും 1/3 എന്ന് പറയുന്ന നമ്പർ ഒക്കെ അറിയാനുള്ള പ്രോബബിലിറ്റി 1/6 ആണ്. അത് ഒക്കെ അറിയാതിരിക്കാനുള്ള പ്രോബബിലിറ്റി ബാക്കി 5/6 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഹെഡ് ഓർ ടെയിൽ ആണെങ്കിൽ 1/2 എന്ന് പറയാം. അതേപോലെ തന്നെ ഇപ്പോൾ ഡ്രഗിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയായിരിക്കും, അത് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ട്രയൽ ആൻഡ് ചാൻസ് അതുപോലെ തന്നെ എന്താണ് ഈക്വൽ ചാൻസ് ആണ് വരുന്നത്. സക്സസ് ആവാനും ഫെയിലിയർ ആവാനുള്ള ചാൻസും സെയിം ആണ് വരുന്നത്. സോ ഇപ്പോൾ ഇവിടുത്തെ പ്രോബബിലിറ്റി ഓഫ് ദ സക്സസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആൻഡ് അതുപോലെ തന്നെ ദ ഔട്ട്കം ഓഫ് ദി എനി വൺ ഓഫ് ദ ട്രയൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഔട്ട്കം ഓഫ് ദി അനദർ ട്രയൽ. ഓക്കെ, സോ ഇങ്ങനത്തെ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ബെർണോളി ട്രയൽസ് അല്ലെങ്കിൽ ബെർണോളി പ്രോസസ്സ് എന്ന്. ഇനി നമുക്ക് ബൈനോമിയലിന്റെ ഡെറിവേഷൻ നോക്കാം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ. സോ ഇപ്പോൾ നമ്മളൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ബെർണോളി ട്രയൽസ് പറഞ്ഞ പോലെ തന്നെ എന്താണ് സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ ആണ് എന്ന് പറയുന്നത് ഔട്ട്കം എന്ന് പറയുന്നത്. ദെൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊരു പി ഓഫ് എസ് ആയിട്ട് എടുക്കാം സക്സസിനുള്ള പ്രോബബിലിറ്റി. ദെൻ നമ്മൾ എക്സ്പെരിമെന്റ് എന്താണ് n നമ്പർ ഓഫ് ടൈംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഏതൊരു ട്രയലിലെയും പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. If probability of success is equal to small p, then probability of failure equal to 1 minus small p, that is equal to q. So ഇപ്പോൾ സക്സസിനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് p ആയിട്ടും ഫെയിലിയറിനുള്ള പ്രോബബിലിറ്റി 1 മൈനസ് p, ദാറ്റ് ഈസ് q ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. ദെൻ നമ്മൾ ഓൾറെഡി എന്താണ് n നമ്പർ ഓഫ് എന്തുണ്ട് ട്രയൽസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ അതിൽ സക്സസ് ആവുന്നത് എന്തായിരിക്കും, എക്സ് നമ്പർ ഓഫ് കേസസ് ആണ്. ദെൻ n മൈനസ് എക്സ് നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ഒക്കെ പറയുന്നത്. സോ ദ പ്രോബബിലിറ്റി, ഈ ഒരു കേസിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, p to the power x into q to the power n minus x ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വരുന്നത് എന്തായിരിക്കും, ബെർണോളി ട്രയൽസിന്റെ കേസിലാണ്. ദെൻ ഇനി നമുക്ക് നോക്കാം, ദ പ്രോബബിലിറ്റി ഓഫ് എനി സീക്വൻസ് ഓഫ് റിസൾട്ട് ഇൻ വിച്ച് ദർ ആർ എക്സ് സക്സസ് ആൻഡ് n minus x failures will p to the power x q to the power n minus x. You can now choose x success out of n trials in NCX mutually exclusive ways, each with the probability p to the power x into q to the power n minus x. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള സക്സസിനെ എന്താണ് NCX വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാം. സോ therefore the probability for getting x success in n trials will be NCX into p to the power x into q to the power n minus x. Then p of x probability function വരുന്നത് p of x equal to small x equal to p of x, which is equal to NCX into p to the power x into q to the power n minus x, for x equal to 0 to n and p plus q equal to 1. This probability distribution of random variable is called binomial distribution. So ഇപ്പോൾ ഇതിനെയാണ് ഈ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, BDH റെപ്രസെന്റ് ചെയ്യാം. സോ അപ്പോൾ അതിൽ p plus q എന്ന് പറയുന്നത് 1 ആണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് NCX into p to the power x into q to the power n minus x ആണ്. സോ ഇപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഒരു ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ഫോർമുല NCX into p to the power x into q to the power n minus x, അതുപോലെ തന്നെ എന്താണ് p plus q is equal to 1. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഓർത്ത് വെക്കേണ്ടത്. നമുക്ക് അതിന്റെ ഡെഫിനേഷൻ നോക്കാം. A random variable x is defined to have binomial distribution if probability density function of x is given by f of x equal to NCX p to the power x into q to the power x n minus x for x equal to 0 up to n, p plus q equal to 1 where 0 less than or equal to p less than or equal to 1 0 otherwise. So ഇപ്പോൾ
ഒരു റാൻഡം വേരിയബിളിന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും അതിൻ്റെ PDF എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു NCX ഇൻറ്റു P to the power X ഇൻറ്റു Q to the power N minus X ആവണം. അതേപോലെ തന്നെ P plus Q ഈക്വൽ ടു 1 ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. പിയുടെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ P plus Q ഈക്വൽ ടു 1 ആണ്. അതല്ലെങ്കിൽ P plus Q ഈക്വൽ ടു 0. അതല്ലാത്ത കേസിലൊക്കെ ദെൻ ഇവിടെ വരുന്നത് NNP എന്ന് പറയുന്ന 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടു പാരാമീറ്റർ എന്താണ്. ഓക്കെ, ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റേഴ്സ് ആണ് N ഉം B യും. സോ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞ ഒരു റാൻഡം വേരിയബിൾ എക്സിന് എങ്ങനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ഇതാണ് കേസ് വരുന്നത്. അതിന്റെ PDF എന്ന് പറയുന്നത് NCX ഇൻറ്റു P to the power X ഇൻറ്റു Q to the power N minus X ആണ്. തന്നെ അതുപോലെ തന്നെ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ. P plus Q ഈക്വൽ ടു 1 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നും P plus Q ഈക്വൽ ടു 0 എൽസ്. ദെൻ അപ്പോൾ അങ്ങനെ എന്താണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ X follows BNP എന്ന് വിളിക്കാം. അല്ലെങ്കിൽ X is a random variable of a binomial distribution with the parameters N and B, where N is the number of trials and B is the probability of success. ഇതിനിപ്പോൾ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു എന്ന് വിചാരിക്കും, എന്തായിരിക്കും ഇപ്പൊ ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് P plus Q the whole to the power N ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് ഇതിനെ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയാം. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്, ഏതെങ്കിലും ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് മാത്തമാറ്റിക്കൽ മോഡൽ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുകയാണ് അല്ലെങ്കിൽ തിയററ്റിക്കൽ മോഡൽ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ എക്സ്പെക്ടഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. സോ ഇപ്പോൾ തിയററ്റിക്കൽ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബിക്കോസ് എന്താണ് അതിലെ PDF-നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, P plus Q to the power N എന്ന് പറയുന്ന ഈ ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ ആണെന്ത് പറയുന്നത് ഇതിൽ ഈ ഒരു PDF വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ P plus Q എന്താണ് 1 ആണ്. സോ 1 to the power N എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് 1 തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും അതുപോലെ തന്നെ വേരിയൻസിന്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയ്സൺ നോക്കാം. പിന്നെ എന്ത് ചെയ്യാം, ബൈനോമിയലിന്റെ പോയ്സണിന്റെ പ്രോബ്ലംസ് ചെയ്യാം. പിന്നെ വരുന്നത് ബൈനോമിയൽ ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് പോയ്സൺ, അത് അതിന്റെ ഒരു ഡെറിവേഷൻ വരുന്നുണ്ട്, അത് നോക്കാം. അപ്പൊ നമ്മള് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും അതിന്റെ 2 ഡെറിവേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, മീൻ കാണാം. സോ മീനിന്റെ ഡെറിവേഷൻ നോക്കാം. മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, BD എന്ന് കൊടുക്കാം. സോ ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, മീൻ ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് ക്യാപിറ്റൽ X ഈസ് ഈക്വൽ ടു സം ഓഫ് N ഈക്വൽ ടു 0 സോറി N അല്ല X ഈക്വൽ ടു ആണ്. X ഈക്വൽ ടു 0 ടു N X ഇൻറ്റു P ഓഫ് X. സോ ഇപ്പോൾ ഇവിടുത്തെ P ഓഫ് X എന്ന് പറയുന്നത് എന്താ, നമ്മുടെ P ഓഫ് X എന്ന് പറയുന്നത് P ഓഫ് X ഈസ് ഈക്വൽ ടു NCX P to the power X into Q to the power N minus X. എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷനകത്ത് അതായത് ഈ ഒരു എക്സ്പെക്ടേഷന്റെ ഇക്വേഷനകത്ത് എന്ത് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്തുവരും, X into NCX P to the power X into Q to the power N minus X എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ NCX-നെ എക്സ്പാൻഡ് ചെയ്യണം. നമുക്ക് എന്തെന്ന് കിട്ടും, expectation is equal to summation x equal to 0 to n x into NCX എന്ന് പറയുമ്പോൾ എന്താണ്, n factorial divided by r factorial into n minus r factorial. സോ എന്ത് വരും, n factorial divided by x factorial into n minus x the whole factorial, okay, into p to the power x into q to the power n minus x. Then എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഒരു എക്സ് എടുക്കുന്നുണ്ട്, സോറി. ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഇക്വേഷനിൽ ഇപ്പോൾ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതെല്ലാം 0 ആയി പോകും. ദെൻ ഫസ്റ്റ് മാത്രം 0 ആവുള്ളൂ. പിന്നെ വരുന്നത്
നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു n ഫാക്ടോറിയലിനെ n ഇൻറ്റു n മൈനസ് 1 ദ ഹോൾ ഫാക്ടോറിയൽ എന്ന് എഴുതാം. അതേപോലെ തന്നെ എക്സ് ഫാക്ടോറിയലിനെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ദ ഹോൾ ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇൻറ്റു ഇനി ബാലൻസ് ഉള്ളത് എന്താ, n മൈനസ് എക്സ് ദ ഹോൾ ഫാക്ടോറിയൽ ഇൻറ്റു p ടു ദ പവർ എക്സ് ആൻഡ് q ടു ദ പവർ n മൈനസ് എക്സ്. ദെൻ ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു എക്സ് കൂടി ഉണ്ട്. ഇവിടെ റേഞ്ച് വരുന്നത് എക്സ് ഈക്വൽ ടു 0 ടു n ആണ് വരുന്നത്. ദെൻ ഇനി എന്ത് ചെയ്യണം, ഇനി നമ്മൾ ഇവിടെ ഈ എക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാം. ദെൻ ഇതിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു പി ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇസ് ഈക്വൽ ടു n ഇൻറ്റു പി സമ്മേഷൻ. ഇവിടെ ഇപ്പോൾ ഈ ഒരു എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, -1 ഹോൾ ഫാക്ടോറിയൽ വരും. അപ്പോൾ സോ -1ന്റെ ഫാക്ടോറിയൽ ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. സോറി, ഈ സ്റ്റെപ്പിൽ കൊടുത്താൽ മതി. ഇവിടെ എക്സ് ഈക്വൽ ടു 1. ദെൻ ഈ എന്നെ നമ്മൾ പുറത്തെടുത്തു, ഇവിടുന്ന് ഒരു പി പുറത്തെടുത്തു. സോ റിമൈനിങ് n മൈനസ് 1 ദ ഹോൾ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എന്തുണ്ട്, എക്സ് മൈനസ് 1 ദ ഹോൾ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് എക്സ് ദ ഹോൾ ഫാക്ടോറിയൽ ഇൻറ്റു പി ടു ദ പവർ എക്സ്. പി ടു ദ പവർ എക്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പി പുറത്തെടുത്തിട്ടുണ്ട്. സോ അപ്പോൾ പി ടു ദ പവർ എക്സ് മൈനസ് 1 വരും, q ടു ദ പവർ n മൈനസ് എക്സ് എന്ന് വരും. നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊരു n മൈനസ് 1 ഈക്വൽ ടു m എന്നും അതേപോലെ തന്നെ n minus 1 is equal to m, then x minus 1 is equal to y. നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് n is equal to എന്ത് വരും, m plus 1 എന്ന് വരും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ എന്താ n കിട്ടി. then x is equal to നമുക്ക് എങ്ങനെ എഴുതാം, y plus 1 എന്ന് എഴുതാം. ഓക്കെ, then പിന്നെ വേണ്ടത് എന്താ, നമുക്ക് ഈ ഒരു n മൈനസ് എക്സ് വേണം. n മൈനസ് എക്സ് എടുക്കുമ്പോൾ ഇതാണ് n എന്ന് പറയുന്നത്, അതായത് m പ്ലസ് 1 മൈനസ് ദെൻ എക്സ്. n മൈനസ് എക്സിൽ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, y പ്ലസ് 1 ആണ്. y പ്ലസ് 1 എന്താവും, -1 ആവും. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ പ്ലസ് 1 ഉണ്ട് -1 ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് എന്തെന്ന് കിട്ടും, n മൈനസ് എക്സ് ഈക്വൽ ടു m മൈനസ് y എന്ന് കിട്ടും. ഓക്കെ, സോ n മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു m മൈനസ് y. അതെന്ത് ചെയ്യുക, അത് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇക്വേഷൻ വരുന്നത് എന്തായിരുന്നു, ഈക്വൽ ടു np ഇൻറ്റു സമ്മേഷൻ എക്സ് ഈക്വൽ ടു 1 അപ് ടു n. ഇവിടെ n മൈനസ് 1 ദ ഹോൾ ഫാക്ടോറിയൽ ആയിരുന്നു. സോ ഇപ്പൊ n മൈനസ് 1ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എന്ത്, m എന്ന്. സോ m ഫാക്ടോറിയൽ ദെൻ p ടു ദ പവർ എക്സ് മൈനസ് 1 ആണ് എടുക്കുന്നത്. സോ എക്സ് മൈനസ് 1നെ നമുക്ക് എന്ത് ചെയ്യാം, y എന്ന് കൊടുക്കാം. അടുത്തത് q ടു ദ പവർ n മൈനസ് എക്സ് ആണ് എടുക്കുന്നത്. n മൈനസ് എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം, m മൈനസ് y എന്ന് കൊടുക്കാം. ഓൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്, എക്സ് മൈനസ് 1 ദ ഹോൾ ഫാക്ടോറിയൽ എടുക്കുന്നുണ്ട്. സോ എക്സ് മൈനസ് 1നെ എന്താണ്, y ആണ് കൊടുത്തിട്ടുള്ളത്. സോ y ഫാക്ടോറിയൽ ഇൻറ്റു നെക്സ്റ്റ് ടൈം എന്താണ്, n മൈനസ് എക്സ് ദ ഹോൾ ഫാക്ടോറിയൽ ആണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, m മൈനസ് y ദ ഹോൾ ഫാക്ടോറിയൽ എന്ന് കൊടുക്കാം. ദെൻ ഇപ്പൊ എന്താണ്, ഈ ഒരു എക്സിന് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ എക്സിന്റെ വാല്യൂ 1 ആണ് വരുന്നത്. സോ ഇപ്പോൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y എന്തായി മാറും, y 0 ആയിട്ട് മാറും. സോ അത് എന്ത് ചെയ്യുക, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, y ഈക്വൽ ടു 0. അതേപോലെ തന്നെ ഇനി എന്താണ്, when x ഈക്വൽ ടു 0, ഇപ്പോൾ സോറി x ഈക്വൽ ടു n, x n ആവുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ y എന്തായിരുന്നു, ഈ ഒരു ടൈം നോക്കുക. അപ്പോൾ അതിൽ y ഈക്വൽ ടു എക്സ് മൈനസ് 1 ആണ്. സോ ഇപ്പോൾ ഇതിന് n കൊടുക്കുക. അപ്പോൾ എന്ത് വരും, y ഈക്വൽ ടു n മൈനസ് 1 വരും. n മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് m ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് n-ന് m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എന്തായി, ഇത് ഇപ്പോൾ ഇനിയുള്ള ഈ ഒരു ടേം m ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ y ഫാക്ടോറിയൽ ഇൻറ്റു m മൈനസ് y ദ ഹോൾ ഫാക്ടോറിയൽ, ഇതെന്താണ്, നമ്മുടെ NCR ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിന് mcy സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, mcy കൊടുക്കുക.
അപ്പോൾ എം സി വൈ അതായത് സമ്മേഷൻ ഓഫ് y ഈക്വൽ ടു 0 അപ് ടു എം എം സി വൈ ഇൻറ്റു പി ടു ദ പവർ വൈ ഇൻറ്റു ക്യൂ ടു ദ പവർ എം മൈനസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് പി പ്ലസ് ക്യൂ ടു ദ പവർ എം ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി പ്ലസ് ക്യൂ ദ ഹോൾ ടു ദ പവർ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഇനി പി പ്ലസ് ക്യൂ എന്താണ്? പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 1 എന്നാണ് വാല്യൂ. ഓക്കെ, സോ എന്ത് ചെയ്യുക, അത് ഇവിടെ കൊടുക്കുക. അപ്പോൾ പി പ്ലസ് ക്യൂ 1 ആണ്. 1 ടു ദ പവർ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടു ദ പവർ ഏത് നമ്പർ എടുത്താലും എന്താണ് 1 വരുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, എൻ പി എന്ന് കിട്ടും. സോ ഇപ്പോൾ ഇതാണ്, അതായത് ബൈനോമിയലിന്റെ മീൻ എന്ന് പറയുന്നത് എന്താണ്, എൻ പി ആണ്. ഓക്കെ, അത് ചെയ്തതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ഡെറിവേഷൻ ആണ്. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സിന്റെ റേഞ്ച്, അതായത് എക്സിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്, ദെൻ അതേപോലെ തന്നെ എൻ സി ആർ, അതുപോലെ എം സി വൈ തിരിച്ചും റീപ്ലേസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, വേരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സിഗ്മ ഓഫ് ബി ഡി, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് ബി ഡി എന്ന് എഴുതാം. ഓക്കെ, സോ ഇനി വേരിയൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, സിഗ്മ ഈസ് ഈക്വൽ ടു വി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്, ഇ ഓഫ് എക്സ്, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് ദ എക്സ് സ്ക്വയർ. സോ പിന്നെ നമ്മൾ ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസിന്റെ ഡെറിവേഷൻ ആണ്. സോ വേരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ബി ഡി എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ എന്താണ് സിഗ്മ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് വി ഓഫ് എക്സ് എന്ന് എഴുതാം, വി ഓഫ് ക്യാപിറ്റൽ എക്സ്. വി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ ഓഫ്, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് ക്യാപിറ്റൽ എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. സോ ഇപ്പൊ ഇതിൽ ഇ ഓഫ് എക്സ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്കറിയാം എന്താണ് മീൻ, എൻ പി എന്ന് നമുക്ക് കിട്ടിയതാണ്. സോ ഇതിൽ എന്ത് ചെയ്താൽ മതി, എൻ പി സ്ക്വയർ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നമുക്ക് ഇ ഓഫ് എക്സ് സ്ക്വയർ അത് നമുക്ക് എന്താ അറിയില്ല, അത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം മുതൽ കണ്ടുപിടിക്കണം. സോ ഇപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ ഈ ഒരു എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം, എക്സ് സ്ക്വയർ, അതായത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു പ്ലസ് എക്സ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും, എക്സ് സ്ക്വയർ ദെൻ മൈനസ് എക്സ് പ്ലസ് എക്സ്. സോ അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. സോ ഇതിന് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്പെക്ടേഷൻ കാണാൻ വേണ്ടി. ഓക്കെ, ഈ ഒരു ടേം എന്ത് ചെയ്യാം, നമുക്ക് എൻ പി സ്ക്വയർ ആണെന്ന് അറിയാം. സോ നമ്മൾ എന്ത് ചെയ്യണ്ട, ഇതിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇ ഓഫ് എക്സ് സ്ക്വയറിന്റെ എക്സ്പെക്ടേഷൻ ആണ് കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ എന്നുള്ളതിന്റെ എക്സ്പെക്ടേഷൻ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇ ഓഫ് എക്സ് സ്ക്വയറിനെ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഞാൻ അതിനെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇ ഓഫ് എന്ത് വരും, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ്. സോ നമ്മൾ എന്താ കാണേണ്ടത്, ഇ ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് ഇ ഓഫ് എക്സ്. അഗെയിൻ ഇ ഓഫ് എക്സ് നമുക്കറിയാം എന്താണ്, എൻ പി ആണ്. അപ്പോൾ അതും എന്ത് ചെയ്താൽ മതി, നമുക്ക് എൻ പി എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇ ഓഫ് എക്സ് എൻ പി ആണ്, അത് ഞാൻ എന്ത് ചെയ്യാം, അവിടെ മാറ്റി നിർത്താം. ഇനി നമ്മൾ കാണേണ്ടത് ഇതാ ഇ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ആണ്. ഓക്കെ, അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 is equal to summation over x equal to 0 to n. എന്ത് വരും, നമ്മുടെ ഫംഗ്ഷൻ ഇപ്പോൾ ഇവിടുത്തെ എക്സ് അല്ല, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ആണ് വരുന്നത്. സോ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു പി ഓഫ് എക്സ്. ഓക്കെ, പി ഓഫ് എക്സ്. ദെൻ ഇനി പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പി ഓഫ് എക്സ് എന്താണ്, എൻ സി എക്സ് ഇൻറ്റു പി ടു ദ പവർ എക്സ് ഇൻറ്റു ക്യൂ ടു ദ പവർ എൻ മൈനസ് എക്സ് ആണ്. ഓക്കെ, അതെന്ത് ചെയ്യണം, അത് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. is equal to summation over x equal to 0 to n x into x minus 1 into n cx into p to the power x into q to the power n minus x. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യണം,
ഇതിനെ നമ്മൾ നേരത്തെ ചെയ്തപോലെ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു എൻ സി എക്സിനെ എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, അഗെയിൻ അവിടെ എന്ത് വരും, എൻ ഫാക്ടോറിയൽ ഇൻറ്റു എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ദ ഹോൾ ഫാക്ടോറിയൽ എന്ന് വരും. ഇൻറ്റു പി ടു ദ പവർ എക്സ് ഇൻറ്റു ക്യൂ ടു ദ പവർ എൻ മൈനസ് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഫ്രണ്ടിൽ എന്തുണ്ട്, സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 ടു എൻ ഉണ്ട്. ദെൻ ഇവിടെ നിന്ന് നമ്മൾ പുറത്തെടുക്കാൻ പോകുന്നത് ഒരു പി സ്ക്വയറും അതേപോലെ എൻ ഇൻറ്റു എൻ മൈനസ് 1ഉമാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എൻ ഫാക്ടോറിയൽ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, എൻ മൈനസ് 2 ദ ഹോൾ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ എന്ന് എഴുതാം. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്കത് എഴുതാം. സമ്മേഷൻ ഓവർ എക്സ് ഈക്വൽ ടു 0 ടു എൻ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എന്നിനെ എൻ ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം, എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ദ ഹോൾ ഫാക്ടോറിയൽ എഴുതാം, ഹോൾ ഡിവൈഡ് ബൈ ഇപ്പോൾ ഈ ഒരു എക്സ് ഫാക്ടോറിയലിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എൻ ഫാക്ടോറിയൽ ചെയ്ത പോലെ തന്നെ എക്സ് മൈനസ് 2 ദ ഹോൾ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എന്താണ്, ഇപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിലും എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഉണ്ട്, ഡിനോമിനേറ്ററിൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഉണ്ട്. എന്ത് ചെയ്യാം, നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്ത് കൊടുക്കാം. ദെൻ ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഒരു പി സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യണം, പുറത്തെടുക്കണം. ദെൻ ഡിനോമിനേറ്ററിൽ ഒരു ടേം കൂടി ഉണ്ട്, എൻ മൈനസ് എക്സ് ദ ഹോൾ ഫാക്ടോറിയൽ, എൻ മൈനസ് എക്സ് ദ ഹോൾ ഫാക്ടോറിയൽ. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് വാങ്ങിച്ചു പോകാം. ഇപ്പൊ ഇവിടെ ഒരു പി സ്ക്വയർ പുറത്തെടുത്തിട്ടുണ്ട്. സോ ഇപ്പൊ എന്ത് വരും, പി ടു ദ പവർ എക്സ് മൈനസ് 2 എന്ന് വരും. ദെൻ ക്യൂ ടു ദ പവർ എൻ മൈനസ് എക്സ് എന്ന് വരും. ഓക്കെ, സോ ഇപ്പോൾ ഈ ഒരു എൻ മൈനസ് 1 ഇൻറ്റു പി സ്ക്വയർ അത് ഞാൻ പുറത്തെടുക്കുകയാണ്, ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു പി സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ ഓവർ എക്സ് ഈക്വൽ ടു 0 ടു എൻ. നമുക്ക് എന്തൊക്കെ ടേംസ് ആണ് ഉള്ളത്, എൻ മൈനസ് 2 ദ ഹോൾ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 ദ ഹോൾ ഫാക്ടോറിയൽ. അഗെയിൻ ഇവിടെ നമുക്ക് എന്താണ്, നെഗറ്റീവ് ടേം വരും, അത് ചേഞ്ച് ചെയ്യണം. ദെൻ എൻ മൈനസ് എക്സ് ദ ഹോൾ ഫാക്ടോറിയൽ ഇൻറ്റു പി ടു ദ പവർ എക്സ് മൈനസ് 2 ഇൻറ്റു ക്യൂ ടു ദ പവർ എൻ മൈനസ് എക്സ്. ഓക്കെ, ക്യൂ ടു ദ പവർ എൻ മൈനസ് എക്സ്. അപ്പോൾ ഇതെന്താണ്, ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, -2 ആണ് വരിക. നമ്മൾ എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കുക. ദെൻ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോണത്, y ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 എന്ന് കൊടുക്കും. ദെൻ എം ഈക്വൽ ടു എന്ത് കൊടുക്കും, എൻ മൈനസ് 2 എന്ന് കൊടുക്കും. ഓക്കെ, എന്ത് ചെയ്യും, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈക്വൽ ടു n ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു പി സ്ക്വയർ n ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു പി സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ എക്സ് ഈക്വൽ ടു 2 അപ് ടു എൻ. എൻ മൈനസ് 2ന് ഞാൻ എന്ത് കൊടുക്കുകയാണ്, എം ഫാക്ടോറിയൽ എന്ന് കൊടുക്കാം. എക്സ് മൈനസ് 2ന് നമുക്ക് എന്ത് കൊടുക്കാം, വൈ ഫാക്ടോറിയൽ എന്ന് കൊടുക്കാം. അഗെയിൻ എൻ മൈനസ് എക്സ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ എന്താണ് നമുക്ക് ഇവിടെ ഉള്ളത്, എം പ്ലസ് 2 ആണ് എൻ എന്ന് പറയുന്നത്, എൻ ഈക്വൽ ടു എം പ്ലസ് 2 ആണ്. അതേപോലെ തന്നെ എക്സ് എന്താണ്, എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 2 ആണ്. ഓക്കെ, അപ്പോൾ എൻ മൈനസ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നമുക്ക് വരിക, ഈ 2 ക്യാൻസൽ ചെയ്യുക, എം മൈനസ് വൈ വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ എം മൈനസ് വൈ ഹോൾ ഫാക്ടോറിയൽ എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ പി ടു ദ പവർ എക്സ് മൈനസ് 2 കൊടുക്കുന്നുണ്ട്, അതിന് നമുക്ക് എന്ത് ചെയ്യാം, y എന്ന് കൊടുക്കാം. ദെൻ ക്യൂ ടു ദ പവർ എൻ മൈനസ് എക്സിന് നമുക്ക് എം മൈനസ് വൈ എന്ന് കൊടുക്കാം. ക്യൂ ടു ദ പവർ എം മൈനസ് വൈ എന്ന് കൊടുക്കാം. എന്ത് ചെയ്യണം, അപ്പോൾ എക്സ് ഈക്വൽ ടു 2 ആണ്, y ഈക്വൽ ടു എന്താണ്, എക്സ് മൈനസ് 2 ആണ്. സോ
അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ് ഇവിടെ എക്സിൻ്റെ വാല്യൂ 2 ആണ് എടുക്കുന്നത്. ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 - 2 എന്ത് വരും? 0 വരും. സോ y ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? 0 എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് y ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ ഇനി എന്താണ്? x ഈക്വൽ ടു y ഈക്വൽ ടു എന്താണ്? x - 2 ആണ്. അപ്പോൾ വെൻ x ടെൻസ് ടു n, അപ്പോൾ എന്താണ്? എക്സിന് n കൊടുത്താൽ n - 2 എന്ന് കിട്ടും. y ഈക്വൽ ടു n - 2 എന്ന് കിട്ടും. n - 2 എന്താണ്? നമ്മൾ m എന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു m എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? m കൊടുക്കാം. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ വേരിയൻസിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്തായി മാറി? n × n - 1 × p to the power 2 summation over y equal to 0 up to m factorial by y factorial into m minus y the whole factorial into p to the power y into q to the power m minus y എന്നായിട്ടുണ്ട്. സോ ഇപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ അപ്പോൾ ഇതിൽ എം ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ വൈ ഫാക്ടോറിയൽ ഇൻറ്റു എം മൈനസ് വൈ ദ ഹോൾ ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? എം സി വൈ എന്നായിട്ട് എഴുതാം. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? സമ്മേഷൻ ഓവർ വൈ ഈക്വൽ ടു 0 അപ് ടു എം സി വൈ ഇൻറ്റു പി ടു ദ പവർ വൈ ഇൻറ്റു ക്യൂ ടു ദ പവർ എം മൈനസ് വൈ എന്നായി മാറും. സോ ഇതിനെ ആ മൊത്തം ടേംസിന് നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? പി പ്ലസ് ക്യൂ ദ ഹോൾ ടു ദ പവർ എം എന്ന് എഴുതാം. ഓക്കെ, ദെൻ പി പ്ലസ് ക്യൂ എന്താണ്? പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 ആണ്. സോ 1 ടു ദ പവർ എം എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 എന്ന് തന്നെ വരും. സോ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി? n × n - 1 × p to the power 2 എന്നായി മാറി. ഇനി ഇതിൻ്റെ കൂടെ എന്തും കൂടി ഉണ്ട്? 2-3 ടേംസും കൂടി ഉണ്ട്. അതായത് ഇപ്പോൾ ഇത് നമ്മൾ എന്തായിരുന്നു? ഇ ഓഫ് എക്സ് സ്ക്വയർ മാത്രമാണ് എടുത്തത്. അതിൻ്റെ കൂടെ എന്ത് കൂടി ഉണ്ടായിരുന്നു? പ്ലസ് ഇ ഓഫ് എക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ എന്തുണ്ട്? മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ആണ് എന്ത്? n × n - 1 × പി സ്ക്വയർ എന്ന് കിട്ടിയിട്ടുള്ളത്. ദെൻ ഇ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് എൻ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ തന്നെ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയറിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എൻ പി ദ ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്യാം? ഇ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാം? എൻ പി ദ ഹോൾ സ്ക്വയർ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഈ ഒരു n കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നമുക്കുള്ള ടേംസ് എന്തൊക്കെയാണ്? നമുക്ക് ഇതിനെ ഈ എന്നിൻ്റെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ n സ്ക്വയർ മൈനസ് എന്ത് വരും? മൈനസ് n വരും ഇൻറ്റു പി സ്ക്വയർ. അപ്പോൾ എന്ത് നമുക്ക് എഴുതാം? പി സ്ക്വയർ എൻ സ്ക്വയർ മൈനസ് എൻ പി സ്ക്വയർ പ്ലസ് എൻ പി മൈനസ് എൻ പി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടെ എന്തുണ്ട്? പി സ്ക്വയർ എൻ സ്ക്വയർ എടുക്കുന്നുണ്ട്, ഇവിടെ എൻ പി ദ ഹോൾ സ്ക്വയർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്യാം. പ്ലസും മൈനസും ആണ് കിടക്കുന്നത്. ഓക്കെ, ദെൻ ഇനി റിമൈനിങ് ടേംസ് നോക്കാം. റിമൈനിങ് വരുന്നത് എന്തൊക്കെയാണ്? ഒരു എൻ പി ഉണ്ട് മൈനസ് എൻ പി സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഇതെന്ത് ചെയ്യാം? ഇതിൽ നിന്ന് എൻ പി കോമൺ ആണ്, എൻ പി പുറത്തെടുക്കാം. സോ വി ഓഫ് എക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. വി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൻ പി കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ എന്തോ ഒരു 1 മൈനസ് ഇതിൽ നിന്ന് ഇവിടെ അധികമുള്ളത് പി ആണ് അധികം. സോ 1 മൈനസ് പി. സോ 1 മൈനസ് പി എന്താണ്? ക്യൂ ആണ്. വേരിയൻസ് എന്താണ്? നമുക്ക് എൻ പി ക്യൂ എന്ന് കിട്ടും. എൻ പി ക്യൂ. ഓക്കെ, അപ്പോൾ ബൈനോമിയലിൻ്റെ മീൻ എൻ പിയും ബൈനോമിയലിൻ്റെ വേരിയൻസ് എൻ പി ക്യൂ ഒന്നും കിട്ടി. ഇത്രയാണ് ഒരു ഡെറിവേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ വേരിയൻസിൻ്റെ ഡെറിവേഷൻ ചെയ്തു. അതേപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ മീൻ വേരിയൻസ് ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു. തന്നെ 1-2 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ചെറിയ പ്രോബ്ലംസ് ആണ്. തന്നെ ഇനി നമുക്ക് വേണ്ടത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ കാണണം. മീൻസ് അതേപോലെ തന്നെ എന്താണ് അതിന് മീനും വേരിയൻസിൻ്റെ ഡെറിവേഷൻ ഉണ്ടാവും. പിന്നെ വരുന്നത് ലിമിറ്റിംഗ് കേസ്. പിന്നെ എന്താണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോബ്ലംസ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ജോയിൻ പ്രോബബിലിറ്റിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാം, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.